നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യയിൽ നാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും അധികമായി കരുതേണ്ട രണ്ട് വിഷയങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ കല്ലറ അന്വേഷിച്ചു പോകുന്ന ആ സ്ത്രീകൾ, തന്നോടുകൂടെ അനുഗമിച്ച യെരുശലേമിൽ നിന്നും ഗലീലയിൽ നിന്നും ഒക്കെ തന്നെ അനുഗമിച്ചു കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ കണ്ട, അതിക്രൂരമായുള്ള ആ ക്രൂശീകരണം കണ്ട, തന്നെ അടക്കിയത് കണ്ട, അവരുടെ ഉള്ളിൽ ആഴമേറിയ ഭയവും നിരാശയും നാളെ എന്താകുമെന്നുള്ള ആകുലതകളും എല്ലാം അവരുടെ ഉള്ളിലുണ്ട്. അവരാ കല്ലറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കേൾക്കുന്ന വാക്കിതാണ്: ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! എത്ര മഹത്വകരമായൊരു വാക്കാണ് അവരുടെ ഉള്ളിലേക്ക് ദൂതൻ കൈമാറ്റം ചെയ്യുന്നത്. എത്ര സന്തോഷകരമായൊരു വാർത്തയാണ് അവരിലേക്ക് ദൂതൻ കൈമാറ്റം ചെയ്യുന്നത്. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യയും നാം ഉറപ്പോടെ വിശ്വസിക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ യാത്രയിൽ നാം കാര്യഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ അന്വേഷിക്കുക എന്നുള്ളത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ് നമ്മൾ. ഇനിയും നമ്മൾ മറ്റു പല കാര്യങ്ങളും, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ മറ്റു പല കാര്യങ്ങളെയും ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളൊരു ധ്വനി നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ ക്രൂശിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുന്നില്ല എങ്കിൽ, ആ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുന്നില്ല എങ്കിൽ, നാം ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ തെറ്റിലേക്ക് അല്ലെങ്കിൽ തെറ്റിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൂതൻ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കും കൈമാറ്റം ചെയ്യുകയാണ്, വീണ്ടും കൈമാറ്റം ചെയ്യുകയാണ്. നസ്രയനായ, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ അന്വേഷിക്കുക. കാരണം ഈ ക്രൂശിന്റെ വചനം നമുക്ക്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. ഈ ദൈവശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ പുനരുത്ഥാനത്തിന്റെ ഉറപ്പ്, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ, ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവശക്തി, ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ദൗത്യമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മിലേക്ക് പകരുന്നത്: ക്രൂശിന്റെ, യേശുക്രിസ്തുവിന്റെ സാക്ഷികളാവുക എന്നുള്ളത്. ഇന്ന് ലോകമെല്ലാം വളരെയധികമായുള്ള തെറ്റായുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഈ ലോകത്തിന് എല്ലാം ഉണ്ടാകുവാനുള്ള വലിയൊരു സന്തോഷത്തിന്റെ വാർത്ത നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതാണ് രക്ഷയുടെ സന്ദേശം. നാം അതിന്റെ സാക്ഷികളാകുക. അതിന്റെ സാക്ഷികളാകുമ്പോൾ നാം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ ആ ക്രൂശിനെ അന്വേഷിക്കുന്നവരായി തീരുക, ആ ക്രൂശിന്റെ സന്ദേശത്തെ അന്വേഷിക്കുന്നവരായി തീരുക, ആ ക്രൂശിന്റെ സന്ദേശത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ സന്ദേശത്തിന് ജീവൻ ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ സാക്ഷ്യത്തിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവരോട് കൂടെയാണ് കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരുടെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, ആ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അന്വേഷിക്കുക. ആ സന്ദേശത്തിന്റെ വാഹകരായി മാറുക, ആ സത്വർത്തമാനം വഹിക്കുന്നവരായി മാറുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.